Good morning dears. Now നമ്മൾ പഠിക്കാൻ പോകുന്നത് GPS-ന്റെ വർക്കിംഗ് പ്രിൻസിപ്പിളിനെ പറ്റിയിട്ടാണ്. ഓക്കെ, അതിൻ്റെ തന്നെ നമുക്ക് സാറ്റലൈറ്റ് റേഞ്ചിങ് എന്താണെന്ന് പഠിക്കാൻ പറ്റും. പിന്നെ നമ്മൾ എങ്ങനെയാണ് നമ്മളുടെ പൊസിഷൻ കണ്ടുപിടിക്കുന്നത്, അതാണല്ലോ മെയിൻ. GPS-ന്റെ മെയിൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ പൊസിഷൻ കണ്ടുപിടിക്കലല്ലേ. സോ എങ്ങനെയാണ് പൊസിഷൻ കണ്ടുപിടിക്കുന്നത്, പിന്നെ ടൈം കാൽക്കുലേഷൻ എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. അപ്പം എന്താണ് GPS-ന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്? GPS വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ട്രൈലാട്രേഷൻ. എന്താ ട്രൈലാട്രേഷൻ എന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് 3 സാറ്റലൈറ്റ്സ് വേണമെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ നമുക്ക് ക്ലിയർ ആയിട്ടൊരു പൊസിഷൻ വേണമെങ്കിൽ മിനിമം 4 സാറ്റലൈറ്റ്സ് എങ്കിലും വേണം. ദാറ്റ് ഈസ് ഡിറ്റർമൈനിങ് ദി അബ്സല്യൂട്ട് ഓർ റിലേറ്റീവ് ലൊക്കേഷൻ ഓഫ് പോയിന്റ്സ് ബേസ്ഡ് ഓൺ ദ ഡിസ്റ്റൻസ് ടു അറ്റ്ലീസ്റ്റ് 3 നോൺ പൊസിഷൻസ്. നമ്മൾ ഒരു ഇതിൻ്റെ പൊസിഷൻ അറിയുന്നത് ഈ ഡിസ്റ്റൻസ് ഇല്ലേ, ഈ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ്. ഓക്കെ, ഈ ഡിസ്റ്റൻസ് നോക്കിയിട്ടാണ് നമ്മൾ ഒരാളുടെ പൊസിഷൻ മനസ്സിലാക്കുന്നത്. ഞാൻ പറഞ്ഞു, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, മിനിമം 4 സാറ്റലൈറ്റ് എങ്കിലും വേണം ഒരാളുടെ പൊസിഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഇതിൽ മെയിനായിട്ട് ഈ ഡിസ്റ്റൻസ്, സാറ്റലൈറ്റിൽ നിന്ന് റിസീവറിലേക്കുള്ള ഈ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഒരാളുടെ പൊസിഷൻ കണ്ടുപിടിക്കുക എന്നുള്ളത്. ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്താണ്? ട്രൈലാട്രേഷനാണ്. ഓക്കെ, അടുത്തത് സാറ്റലൈറ്റ് റേഞ്ചിങ്. എന്താണ് സാറ്റലൈറ്റ് റേഞ്ചിങ്? നമുക്കെല്ലാം അറിയാം, ഒരു റേഞ്ച് ഉണ്ട് അല്ലേ, ഓരോന്നിനും ഓരോ റേഞ്ച് ഉണ്ട്. അത് സാറ്റലൈറ്റ് റേഞ്ചിങ് എന്ന് വെച്ചാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. If the distance of the satellite from GPS receiver on Earth is determined, then it can be known as the position of the receiver must be at same point on the surface of an imaginary sphere of radius equal to that of distance with the satellite as center. എന്ന് വെച്ചാൽ ഇവിടെ നോക്കിക്കേ, ഒരു എർത്ത്, ഒരൊറ്റ സാറ്റലൈറ്റ്. പൊസിഷൻ അത്രയ്ക്ക് നമുക്ക് എർത്തിലുള്ളത് നമുക്കറിയാൻ പറ്റില്ല. ഓക്കെ, ഇവിടെയോ എർത്തും 2 സാറ്റലൈറ്റ്സും. ഇവിടെ എർത്തും 3 സാറ്റലൈറ്റ്, ഇവിടെ 4 സാറ്റലൈറ്റ്. ഇതെന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഇപ്പം GPS റിസീവർ, ഇവിടെ എർത്തിൽ GPS റിസീവർ ഉണ്ടാവും. അത് നമുക്കറിയണമെങ്കിൽ എന്താണ്? മിനിമം 4 എങ്കിലും വേണം. മിനിമം 4 സാറ്റലൈറ്റ്സ് എങ്കിലും നമുക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, പിന്നെന്താ പറയുന്നത്? ഇപ്പം സാറ്റലൈറ്റ് റേഞ്ചിങ് എന്ന് പറയുമ്പം ഇതിൻ്റെ ഡിസ്റ്റൻസ് അറിയണമെന്ന് പറഞ്ഞു അല്ലേ. സാറ്റലൈറ്റിൽ നിന്ന് റിസീവറിലേക്ക് വരുന്ന ആ ഡിസ്റ്റൻസ് അറിയണം. ആ ഡിസ്റ്റൻസ് അറിയാൻ വേണ്ടിയിട്ട് ഉള്ള ഫോർമുലയാണ് ഡിസ്റ്റൻസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻടു ടൈം. അപ്പം മെയിനായിട്ട് സാറ്റലൈറ്റ് റേഞ്ചിങ്, ദാറ്റ് ഈസ് റേഞ്ചിങ് എന്ന് വെച്ചാൽ എന്താ? ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാണ്. റേഞ്ചിങ് എന്ന് വെച്ചാൽ സാറ്റലൈറ്റിൽ നിന്ന് റിസീവറിലേക്ക് വരുന്ന ആ ഡിസ്റ്റൻസ് ആണ് റേഞ്ചിങ്. ഓക്കെ, ആ സാറ്റലൈറ്റ് റേഞ്ചിങ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻടു ടൈം. നമ്മൾ വെലോസിറ്റിയും ടൈമും അറിയെങ്കിൽ നമുക്ക് അതിൻ്റെ ഡിസ്റ്റൻസ് കാണാൻ പറ്റും. ഓക്കെ, നമുക്കറിയാം ലൈറ്റിനൊക്കെ അതിൻ്റെ വെലോസിറ്റി എന്താണ്? 3 × 10⁸ മീറ്റർ/സെക്കൻഡ്. അത് തന്നെയാണ് ഇവിടെയും. ഓക്കെ, പിന്നെന്താ? ദ ടൈം ഇസ് ദ ടൈം ടേക്കൺ ബൈ എ റേഡിയോ സിഗ്നൽ ടു ട്രാവൽ ഫ്രം സാറ്റലൈറ്റ് ടു ദ GPS റിസീവർ. ടൈം എന്ന് പറയുന്നത് എന്താണ്? GPS റിസീവറിലേക്ക്, സാറ്റലൈറ്റിൽ നിന്ന് GPS റിസീവറിലേക്ക് നമുക്ക് സിഗ്നൽസ് എത്തുന്നതിൻ്റെ ആ ടൈം, എത്ര ടൈമാണോ എടുക്കുന്നത് ആ ടൈം നമുക്ക് അറിയെങ്കിൽ ടൈമും വെലോസിറ്റിയും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഡിസ്റ്റൻസ് കിട്ടും. ഓക്കെ, ഈ ഡിസ്റ്റൻസ് എന്താണ്? ദ ഡിസ്റ്റൻസ് ഓഫ് ദ സാറ്റലൈറ്റ് ഫ്രം GPS റിസീവർ കാൽക്കുലേറ്റഡ് യൂസിങ് ദി അബോ ഇക്വേഷൻ. എന്തായിരുന്നു അബോ ഇക്വേഷൻ? ഡിസ്റ്റൻസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻടു ടൈം. അത് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? സാറ്റലൈറ്റിൻ്റെ റേഞ്ച് കിട്ടും. ഈ സാറ്റലൈറ്റിൻ്റെ റേഞ്ച് നമുക്ക് 2 രീതിയിൽ മെഷർ ചെയ്യാൻ പറ്റും. ഒന്ന് കോഡ് ഫേസ് മെഷർമെൻറ്റ്സും ഒന്ന് കാരിയർ ഫേസ് മെഷർമെൻറ്റ്സും. അതിനു മുമ്പേ എന്താണ് ഈ 2 ഡാറ്റാസ് എന്ന് നോക്കാം. എൽമാനിക് ഡാറ്റ എന്ന് വെച്ചാൽ നമ്മളുടെ സാറ്റലൈറ്റിൻ്റെ പൊസിഷനെ പറ്റിയുള്ള ഇൻഫോർമേഷൻസ് അറിയാൻ പറ്റുന്ന ഡാറ്റയാണ്. ഓക്കെ, സാറ്റലൈറ്റിൻ്റെ പൊസിഷൻ അറിയാൻ വേണ്ടിയിട്ട് ഉള്ള ഡാറ്റയാണ്. ഫെമറിക് ഡാറ്റ എന്ന് പറയുമ്പം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് എന്താ ഫെമറിക് ഡാറ്റ എന്ന് പറയുന്നത്. എന്താണ്? ഇപ്പം നമ്മളുടെ കുറച്ച് ഗ്രാവിറ്റേഷണൽ ഫോഴ്സൊക്കെ കാരണം ഓർബിറ്റിൽ നിന്ന് സാറ്റലൈറ്റിൻ്റെ പൊസിഷൻ മാറാനൊരു ചാൻസ് ഉണ്ട്. പൊസിഷൻ മാറിക്കഴിഞ്ഞാൽ എന്താവും? നമ്മളുടെ മാസ്റ്റർ കൺട്രോൾ സ്റ്റേഷൻ്റെ അകത്തിരിക്കുന്ന സയൻറ്റിസ്റ്റുകൾക്കൊക്കെ മനസ്സിലാവാൻ പറ്റും, അവർക്ക് ഇൻഫോർമേഷൻ കിട്ടും പൊസിഷൻ മാറിയിട്ടുണ്ടെന്ന്. അവരെന്ത് ചെയ്യും? അവർ അത് കറക്റ്റ് ചെയ്തിട്ട് കറക്റ്റായിട്ടുള്ള ഡാറ്റ എന്ത് ചെയ്യും? തിരിച്ച് സാറ്റലൈറ്റിലേക്ക് അയക്കുമ്പോൾ അവിടുന്ന് വീണ്ടും മാറിപ്പോയ ആ സാറ്റലൈറ്റ് എന്തെങ്കിലും കറക്റ്റായിട്ട് ഓർബിറ്റിലേക്ക് വന്നു ചേരും. ഓക്കെ, ആ കറക്റ്റ് ചെയ്ത് അയക്കുന്ന ഡാറ്റേനെയാണ് നമ്മൾ ഫെമറിക് ഡാറ്റ എന്ന് പറയുന്നത്. അൽബാനിക് ഡാറ്റ എന്ന് പറയുന്നത് എന്താണ്? സാറ്റലൈറ്റിൻ്റെ പൊസിഷൻ ഇൻഫോർമേഷൻ എന്ന് പറയുന്നതാണ്. ഓക്കെ, ഫെമറിക് ഡാറ്റ എന്ന് പറയുന്നത് നമുക്ക് ആ പൊസിഷൻ കറക്റ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ആ കറക്റ്റ് ഡാറ്റ തന്നെയാണ് ഫെമറിക് ഡാറ്റ എന്ന് പറയുന്നത്.
ഓക്കെ, ഇവിടെ നമ്മൾ പറഞ്ഞു വന്നത് സാറ്റലൈറ്റ് റേഞ്ചിനെ പറ്റിയിട്ടാണ്. ഈ സാറ്റലൈറ്റ് റേഞ്ച് 2 രീതിയിൽ നമുക്ക് മെഷർ ചെയ്യാം, കോഡ് ഫേസും കാരിയർ ഫേസ് മെഷർമെൻറ്റ്സും. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താണ്, ഒരു C/A കോഡും പിന്നെ P കോഡ്, അങ്ങനെ കുറച്ച് കോഡുകളുണ്ടെന്ന് പറഞ്ഞു അല്ലേ. ഈ കോഡുകളൊക്കെ എർത്തിലേക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എത്തില്ല അല്ലേ, അതിൻ്റെ ഫ്രീക്വൻസി എന്താണ്, കുറവാണ്. അപ്പോൾ ഫ്രീക്വൻസി ഏറ്റവും കൂടുതലുള്ള നമ്മൾ L1 L2 എന്ന് പറഞ്ഞ കാരിയർ വേവിലാണ് ഈ P കോഡും C/A കോഡൊക്കെ കയറ്റിയിട്ട് നമ്മൾ എർത്തിലേക്ക് അയക്കുന്നതെന്ന് പറഞ്ഞു അല്ലേ. ഈ P കോഡും C/A കോഡൊക്കെ വരുന്നത് കോഡ് ഫേസ് മെഷർമെൻറ്റ്സ് ആണ്. ഓക്കെ, L1 L2 കാരിയർ വേവ്സ് വരുന്നത് കാരിയർ ഫേസ് മെഷർമെൻറ്റ്സിലാണ്. ഇതിലെന്താണെന്ന് വെച്ചാൽ കോഡ് ഫേസ് മെഷർമെൻറ്റ്സിൽ രണ്ടിൽ വ്യത്യാസം എന്താണ്, കോഡ് ഫേസിൽ നമ്മൾ കോഡ് വെച്ചിട്ടാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്, കാരിയർ ഫേസിൻ്റെ അകത്ത് വേവ്സിന് വെച്ചിട്ടാണ്. ഓക്കെ, വേവ്സ് ആണ്, L1 and L2 വേവ്സ് ആണ്. ഓക്കെ, സോ ഫസ്റ്റ് തന്നെ കോഡ് ഫേസ് മെഷർമെൻറ്റ്സ്. കോഡ് ഫേസിൻ്റെ അകത്ത് എന്താണ്, എ GPS സിഗ്നൽ കൺസിസ്റ്റ് ഓഫ് കോഡ്സ് ആൻഡ് കാരിയർ. വെൻ ദി കോഡ്സ് ആർ യൂസ്ഡ് ടു മെഷർ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി സാറ്റലൈറ്റ് ആൻഡ് ദ റിസീവർ, ഇറ്റ് ഈസ് കോൾഡ് ദി കോഡ് ഫേസ് മെഷർമെൻറ്റ്സ്. ഓക്കെ, ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന C/A കോഡും P കോഡും ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു C/A കോഡും P കോഡും ചേർന്നാൽ അതിന് നമ്മൾ വിളിക്കുന്ന പേര് സ്യൂഡോ റാൻഡം കോഡ് എന്നാണ്. C/A കോഡും P കോഡും ചേർന്ന് കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് സ്യൂഡോ റാൻഡം കോഡ്. പിന്നെന്താ പറയുന്നത്, ഈ ഒരു കോഡ് ഫേസിൻ്റെ അകത്ത് നമ്മൾ എന്തിനാണ് മെയിനായിട്ട് കോഡ് ഫേസും കാരിയർ ഫേസും യൂസ് ചെയ്യുന്നത്, ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ കോഡ് ഫേസിൻ്റെ അകത്ത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, the receiver then compare the two signals to determine how much delay, that is നമ്മളുടെ റിസീവറിലേക്ക് ഇപ്പം സാറ്റലൈറ്റിൽ നിന്ന് ഒരു സിഗ്നൽ റിസീവറിൽ എത്തുകയാണ്. അപ്പം സാറ്റലൈറ്റിൽ നിന്ന് ഒരു കോഡ് വരുവാ, ഒരു സിഗ്നൽ ഉണ്ട്, റിസീവറിലും ആ സിഗ്നൽ ഉണ്ട്. ഈ 2 സിഗ്നൽ നമ്മൾ റിസീവറിന് ആ 2 സിഗ്നൽ നമ്മൾ എന്ത് ചെയ്യും, കമ്പയർ ചെയ്തിട്ട് അതിൻ്റെ ഡിലേ മനസ്സിലാക്കും, എത്രത്തോളം ഡിലേ ഉണ്ടെന്ന് മനസ്സിലാക്കും. ആ ഡിലേക്ക് നമ്മൾ വിളിക്കുന്ന പേരാണ് ഷിഫ്റ്റ് എന്നുള്ളത്. ഇറ്റ് ഈസ് റിക്വയർഡ് ഇൻ ഇറ്റ്സ് കോഡ് ടു മാച്ച് ദി സാറ്റലൈറ്റ് കോഡ്. സാറ്റലൈറ്റ് കോഡൊക്കെ മാച്ച് ആവുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കും. ഈ ഡിലേ, ദാറ്റ് ഇസ് ഷിഫ്റ്റില്ലേ, ഈ ഷിഫ്റ്റാണ് വെലോസിറ്റീൻ്റെ കൂടെയും പിന്നെ ടൈമിൻ്റെ കൂടെയും. ടൈം എന്ന് പറയുന്നതാണ് ഷിഫ്റ്റ്. ഈ ഷിഫ്റ്റും വെലോസിറ്റിയും കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് നമുക്കിവിടെ ഡിസ്റ്റൻസ് കിട്ടുന്നത്. നമ്മുടെ മെയിൻ ഉദ്ദേശം എന്താണ്, നമ്മളുടെ സാറ്റലൈറ്റിൽ നിന്ന് റിസീവറിലേക്ക് വരുന്ന ആ ഡിസ്റ്റൻസ് മെഷർ ചെയ്യാന്നുള്ളതാണ് അല്ലേ. അതിന് നമുക്ക് എന്തൊക്കെ വേണം, ടൈമും വേണം, വെലോസിറ്റിയും വേണം. ടൈം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക, ഈ കോഡിൽ നിന്ന് വരുന്ന, ദാറ്റ് ഇസ് സാറ്റലൈറ്റിൽ നിന്നും റിസീവറിലേക്ക് വരുന്ന ആ സിഗ്നൽസിലുള്ള എന്താണ് ഡിലേ, അതാണ് ഷിഫ്റ്റ് എന്ന് പറയുന്നത്. ആ ഡിലേ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും, അപ്പോൾ നമുക്ക് ടൈം കിട്ടും. പിന്നെ വെലോസിറ്റീൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും, ഡിസ്റ്റൻസ് കിട്ടും. ഈ ഡിസ്റ്റൻസിനാണ് നമ്മൾ സാറ്റലൈറ്റ് റേഞ്ച് എന്ന് പറയും, അല്ലെങ്കിൽ ഇവിടെ സ്യൂഡോ റേഞ്ച്. എന്താണ് സ്യൂഡോ റേഞ്ച് എന്ന് പറയുന്നത്, ദാറ്റ് C/A കോഡും P കോഡും ചേരുന്നതിന് സ്യൂഡോ റാൻഡം കോഡ് എന്ന് പറയും. അതുകൊണ്ട് സ്യൂഡോ റേഞ്ച് അല്ലെങ്കിൽ കോഡ് ഫേസ് മെഷർമെൻറ്റ്സ് എന്ന് പറയും. ഓക്കെ, അടുത്തത് കാരിയർ ഫേസ്. ഞാൻ പറഞ്ഞു കാരിയർ ഫേസിൽ എന്താ നമ്മൾ യൂസ് ചെയ്യുക, L1 and L2 കാരിയറാണ് നമ്മൾ യൂസ് ചെയ്യുക അല്ലേ. ഇതും ഇതേപോലെ തന്നെ ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒന്നാണ് കാരിയർ ഫേസും. ഇവിടെ എന്താണ്, സപ്പോസ് GPS സിഗ്നൽ ഇസ് ട്രാൻസ്മിറ്റഡ് ഫ്രം ദി സാറ്റലൈറ്റ്. വെൻ എ GPS റിസീവർ ലുക്സ് on to that signal, it records the carrier phase signals and measures the fraction of wavelength. അവിടെ കോഡാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ കാരിയർ ഫേസിൻ്റെ അകത്ത് എന്താണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഫ്രാക്ഷൻ ഓഫ് വേവ് ലെങ്ത് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതാണ് രണ്ടും തമ്മിലുള്ള മെയിൻ വ്യത്യാസം എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് കോഡ് ഫേസിൻ്റെ അകത്ത് ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത് വെലോസിറ്റിയും ടൈമും വെച്ചിട്ടാണെങ്കിൽ കാരിയർ ഫേസിൻ്റെ അകത്ത് ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത് അതിൻ്റെ വേവ് ലെങ്ത് നോക്കിയിട്ടാണ്. ഓക്കെ, രണ്ടും കൂടി കമ്പയർ ചെയ്യുമ്പം കോഡ് ഫേസിൻ്റെ അകത്ത് എന്താ പറയുന്നത്, ഇവിടെ കോഡാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ എന്താ യൂസ് ചെയ്യുന്നത്, യൂസസ് കാരിയർ വേവ് ആണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ കോഡാണ് യൂസ് ചെയ്യുന്നത്, ഇവിടെ സിഗ്നൽസിൻ്റെ കോഡാണ് യൂസ് ചെയ്യുന്നത്, ഇവിടെ കാരിയർ വേവ് ആണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഡാറ്റ കുറച്ച് നോയ്സിയാണ്, ഇവിടെ മോർ പ്രിസൈസ് ഡാറ്റയാണ് നമുക്ക് കിട്ടുക. ഇവിടെ നോ പ്രോബ്ലം ഓഫ് ആംബിഗ്യൂറ്റി. ഇവിടെ പ്രൈമറി ഡ്രോബാക്ക് ഇറ്റ് ഇസ് ഇൻ റേഞ്ച് ആംബിഗ്യൂറ്റി. ഓക്കെ, ഇവിടെ എന്താ പ്രിസൈസ് ടു മീറ്റർ ലെവൽ, ഇവിടെ ഹൈ പ്രിസിഷനാണ്. ഇവിടെ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെലോസിറ്റി ഇൻറ്റു ടൈം ആണ്. ഇവിടെ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് n ലാംഡ പ്ലസ് ഫൈ ആണ്. n എന്താണ്, നമ്പർ ഓഫ് ഫുൾ വേവ്സ്, ലാംഡ എന്ന് പറയുന്നത് വേവ് ലെങ്ത് ആൻഡ് ഫൈ ഇസ് ദി ഫേസ് മെഷർമെൻറ്റ്സ്. ഇവിടെ വേവ് ലെങ്ത് വെച്ചിട്ടാണ്, ഇവിടെ വെലോസിറ്റിയും ടൈമും വെച്ചിട്ടാണ് ഇതിൻ്റെ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. മെയിനായിട്ട് കോഡ് ഫേസും കാരിയർ ഫേസ് മെഷർമെൻറ്റ്സ് എന്തിനാണ്, സാറ്റലൈറ്റിൻ്റെ റേഞ്ചിങ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. സാറ്റലൈറ്റിൻ്റെ റേഞ്ചിങ് എന്ന് പറയുന്നത് എന്താണ്, സാറ്റലൈറ്റിൽ നിന്ന് റിസീവറിലേക്ക് വരുന്ന ആ ഡിസ്റ്റൻസ്,
ഓരോ ഡിസ്റ്റൻസും ഓരോ സാറ്റലൈറ്റിൽ നിന്ന് റിസീവറിലേക്ക് വരുന്ന ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുക, എർത്തിലുള്ള GPS-ൻ്റെ പൊസിഷൻ അറിയാൻ പറ്റുക, ഒരാളുടെ പൊസിഷൻ അറിയാൻ പറ്റുക അല്ലേ. സോ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യണം, അതിനാണ് സാറ്റലൈറ്റ് റേഞ്ചിങ് എന്ന് പറയുന്നത്. സെപ്പറേറ്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ മതിയാവും, എക്സ്പ്ലെയിൻ സാറ്റലൈറ്റ് റേഞ്ചിങ്. അപ്പോൾ നമ്മൾ എന്ത് എക്സ്പ്ലെയിൻ ചെയ്യണം, സാറ്റലൈറ്റ് റേഞ്ചിങ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. ഡിസ്റ്റൻസ് ഈക്വൽ ടു ടൈം ഇൻറ്റു വെലോസിറ്റി എന്നാണ് അതിൻ്റെ മെയിൻ ഫോർമുല എന്ന് പറയണം. ഇത് രണ്ടും മെഷർ ചെയ്യുന്നത് കോഡ് ഫേസും കരിയർ ഫേസും വെച്ചിട്ടാണ്. രണ്ടും എന്താണെന്ന് ഇൻഡിവിജ്വലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ലാസ്റ്റ് ഒരു കമ്പാരിസൺ ബിറ്റ്വീൻ കോഡ് ഫേസ് ആൻഡ് കരിയർ ഫേസ് മെഷർമെൻറ്റ്സ് എഴുതുക. ഓക്കെ, അടുത്തത് നമ്മൾ എങ്ങനെയാണ് ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ടൈം നമ്മൾ അറിയണം. സാറ്റലൈറ്റിൽ നിന്ന് റിസീവറിലേക്ക് വരുന്ന ആ ടൈമിന് നമ്മൾ ഷിഫ്റ്റ് എന്ന് പറയും. ആ ഷിഫ്റ്റ് എങ്ങനെയാണ് നമ്മൾ ടൈം കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, GPS receiver needs to determine the accurate time by the radio signals to travel from the satellite to the GPS receiver. ഇതെങ്ങനെയാണ് നമ്മൾ കോഡഡ് യൂസ് ചെയ്തിട്ടാണ് ടൈം കാൽക്കുലേറ്റ് ചെയ്യുക. ദാറ്റ് സ്യൂഡോ റാൻഡം കോഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യണം, മുകളിൽ സാറ്റലൈറ്റിൽ നിന്ന് വരുന്ന സംഭവം ടൈമും ഈ റിസീവറിലുള്ളതും തമ്മിൽ മാച്ച് ആവണം. ഓക്കെ, ഈ ഒരു ഫിഗർ നോക്കിക്കുക. ഈ ഫിഗറിൻ്റെ അകത്ത് എന്താണ്, ഇത് മുകളിലത്തത് നമ്മളുടെ സാറ്റലൈറ്റിൽ നിന്ന് വരുന്ന സിഗ്നലാണ്, ഇത് റിസംബിൾ ചെയ്ത സിഗ്നലാണ്, ദാറ്റ് ഈസ് റിസീവറിലുള്ളത്. ഈ സാറ്റലൈറ്റിലുള്ള ഇങ്ങനെ സിഗ്നലും പോകുന്നുണ്ട്, റിസീവറിലുള്ള സിഗ്നലും കിട്ടുന്നുണ്ട്. ഇത് രണ്ടും കൂടി ഒരു സ്ഥലത്തെത്തുമ്പോൾ, എല്ലാ സ്ഥലത്തും എന്താണ് സിഗ്നൽ സെയിം ആവണമെന്നില്ല, നമുക്ക് കിട്ടുന്ന സിഗ്നൽ സെയിം ആവുന്നില്ല. ഒരു സ്ഥലത്തെത്തുമ്പം രണ്ടും മാച്ച് ആവുന്ന പൊസിഷൻ വരും, രണ്ടും മാച്ച് ആവുന്ന സ്ഥലങ്ങൾ വരും. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ടൈം നമ്മൾ നോട്ട് ചെയ്തിട്ട് ആ ടൈം ഡിഫറൻസ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ടൈം. ഇവിടെ വരുന്ന ടൈമും ഇവിടെ വരുന്ന, ഇപ്പോൾ ഇവിടെ ഒരു സാറ്റലൈറ്റിൽ നിന്ന് T1 എടുക്കുകയാണെങ്കിൽ T2 എടുക്കുകയാണെങ്കിൽ T2 മൈനസ് T1 നമുക്ക് ചെയ്യുമ്പോൾ ആ ടൈം ഡിഫറൻസ്, അതിനാണ് അതിൻ്റെ ഡിലേ എന്ന് പറയുന്നത്, ഡിലേ ടൈം എന്ന് പറയുന്നത്. അങ്ങനെയാണ് നമ്മൾ ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സാറ്റലൈറ്റിൽ നിന്ന് വരുന്ന ടൈമും റിസീവറിലുള്ള റിസംബിൾ ചെയ്തിട്ടുള്ള ടൈമും കൂടി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, അടുത്തത് പൊസിഷൻ. പൊസിഷൻ കാൽക്കുലേറ്റ് ചെയ്യുക എങ്ങനെയാണ്? ഞാൻ പറഞ്ഞു, നമുക്കൊരു പൊസിഷൻ അറിയണമെങ്കിൽ മിനിമം 4 സാറ്റലൈറ്റ് എങ്കിലും വേണം അല്ലേ. അവിടെ നമ്മൾ പൊസിഷൻ പറയുമ്പോൾ ഇതിൽ 3 സാറ്റലൈറ്റ്സേ ഉള്ളൂ, മിനിമം 4 സാറ്റലൈറ്റ്സ് എങ്കിലും വേണം എന്നാണ് കറക്റ്റായിട്ട് പൊസിഷൻ പറയാം. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, ഇപ്പം ഈ ഒരു ഫിഗർ കൺസിഡർ ചെയ്യുക. ഈ ഫിഗർ വരയ്ക്കണം കേട്ടോ പൊസിഷൻ ചോദിക്കുകയാണെങ്കിൽ. ഈ ഫിഗർ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ ABCD 4 എന്തുണ്ട്, സാറ്റലൈറ്റ്സ് ഉണ്ട്. നമ്മളുടെ ഇവിടെയാണ് GPS റിസീവർ ഉള്ളത്. ഈ സാറ്റലൈറ്റിൻ്റെ പൊസിഷൻ എവിടെയാണെന്ന് നമുക്കറിയാം. ഇതെന്താണ്, X1 Y1 Z1ലാണ് ഈ സാറ്റലൈറ്റ് നിൽക്കുന്നത്. അതേപോലെ B സാറ്റലൈറ്റ് നിൽക്കുന്നത് X2 Y2 Z2ലാണ്. C സാറ്റലൈറ്റ് X3 Y3 Z3. D സാറ്റലൈറ്റ് X4 Y4 Z4. ഇങ്ങനെ 4 സാറ്റലൈറ്റുകളുടെ പൊസിഷൻ നമുക്കറിയാം. അതേപോലെ അവരുടെ റേഞ്ച് R1 R2, ഈ ഡിസ്റ്റൻസ്, റേഞ്ച് എന്ന് പറയുന്നത് എന്താണ്, ഡിസ്റ്റൻസ് നമുക്കറിയാം. R1 R2 R3 R4 ഇങ്ങനെ അറിയാമെങ്കിൽ, ഇവരുടെ പൊസിഷനും റേഞ്ചും അറിയാമെങ്കിൽ നമുക്ക് GPS റിസീവറിൻ്റെ പൊസിഷൻ, ദാറ്റ് ഇസ് XYZ കാൽക്കുലേറ്റ് ചെയ്യണം. നമുക്കിവിടെ അറിയാത്തത് എന്താണ്, എക്സും വൈയും സെറ്റും ആണ് നമുക്കിവിടെ അറിയാത്തത്. അറിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പൊസിഷൻ അറിയാമെന്ന് അർത്ഥം. ഓക്കെ, നമ്മളൊരു പോയിന്റിൻ്റെ ഇപ്പോൾ ഗ്രാഫിൽ വരയ്ക്കുകയാണ്, നമ്മൾ എങ്ങനെയാണ് എക്സും വൈയും അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ പോയിന്റ് മാർക്ക് ചെയ്യാം അല്ലേ. അതേപോലെ ഇവിടെ എക്സും വൈയും സെറ്റും നമുക്ക് അറിയില്ല, ബാക്കി എല്ലാ സാറ്റലൈറ്റിൻ്റെ പൊസിഷനും അറിയാം, അതിൻ്റെ ഡിസ്റ്റൻസും അറിയാം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ പൊസിഷൻ എക്സും വൈയും സെറ്റും കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതാണ് ഫോർമുല. ദാറ്റ് ഈസ് R12 ഈക്വൽ ടു X മൈനസ് X12 പ്ലസ് Y മൈനസ് Y12 പ്ലസ് Z മൈനസ് Z12 പ്ലസ് D². ഓക്കെ, ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഇതിൽ നമുക്ക് എക്സും വൈയും സെറ്റും അറിയില്ല, ബാക്കിയെല്ലാം നമുക്കറിയാം. അത് വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് മാത്തമാറ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്ത് 4 ഇക്വേഷൻസ് സോൾവ് ചെയ്ത് മാത്തമാറ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ പൊസിഷൻ കണ്ടുപിടിക്കുന്നത്. സോ നമ്മൾ വേറെ പ്രോബ്ലം ഒന്നും ഇതിൽ ചെയ്യാനില്ല, ജസ്റ്റ് ഇക്വേഷൻസ് മാത്രം ഓർത്ത് വയ്ക്കുക. എങ്ങനെയാണ് പൊസിഷൻ കണ്ടുപിടിക്കുന്നത്, ഈ 4 ഇക്വേഷൻസ് വെച്ചിട്ടാണ് നമ്മൾ, ഈ 4 ഇക്വേഷൻസ് സോൾവ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു GPSൻ്റെ പൊസിഷൻ കണ്ടുപിടിക്കുന്നതെന്നുള്ളത് ഓർത്ത് വയ്ക്കണം. ഈ 4 ഇക്വേഷൻസും ഓർത്ത് വയ്ക്കണം. ഇത് 4 ഇക്വേഷൻസ് എഴുതുന്നതിന് മുമ്പേ ഈ ഒരു ഫിഗർ വരച്ച് ഓരോന്നിൻ്റെയും പൊസിഷൻസ് എഴുതി XYZ ഇവിടെ മാർക്ക് ചെയ്ത്, എന്നിട്ട് വേണം R1 R2 R3 R4 മാർക്ക് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ, ഈ ഇക്വേഷൻസ് എഴുതാൻ. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഇപ്പം നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്, നമ്മൾ
മെയിനായിട്ട് വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്തിൻ്റെ ബേസിസിലാണ്? ട്രൈലാട്രേഷൻ്റെ ബേസിസിലാണ് നമ്മൾ വർക്കിംഗ് പ്രിൻസിപ്പിൾ പഠിച്ചു. പിന്നെ സാറ്റലൈറ്റ് റേഞ്ചിങ് പഠിച്ചു. സാറ്റലൈറ്റ് റേഞ്ച് എന്ന് വെച്ചാൽ എന്താണ്? ഡിസ്റ്റൻസ്. അതിൽ കോഡ് ഫേസും കാരിയർ ഫേസും ഉണ്ട്. പിന്നെ ടൈം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, പിന്നെ പൊസിഷൻ്റെ ഈ ഫിഗറും ഇക്വേഷൻസും അതിൻ്റെ കുറച്ച് തിയറിയും പഠിച്ചു വയ്ക്കും. ഓക്കെ, ഇത്രയാണ് എന്ത് അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളിൽ വരുന്നത്. അടുത്തത് ആപ്ലിക്കേഷൻ. ആപ്ലിക്കേഷൻ ഇതിൻ്റെ കഴിഞ്ഞ ക്ലാസ്സിന് മുമ്പേ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് അതിൻ്റെ ആപ്ലിക്കേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് തന്നെയാണ് നമ്മൾ റോഡ് ട്രാൻസ്പോർട്ടിൽ അല്ലേ, നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ടിൻ്റെ അകത്ത് നമ്മൾ ഇൻഫോർമേഷൻസ് എല്ലാം അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ GPS യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഏവിയേഷൻ പർപ്പസിൻ്റെ അകത്ത്, ഷിപ്പിങ്ങിൻ്റെ അകത്ത്, ഇതിൽ രണ്ടിലും നമ്മൾ റൂട്ട് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാത്തിലും റൂട്ട് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് GPS. അതേപോലെ റെയിൽ ട്രാൻസ്പോർട്ടിൻ്റെ അകത്ത്, പിന്നെന്താണ് ഫിഷർമാനിലൊക്കെ, ഫിഷറീസിലൊക്കെ ഞാൻ പറഞ്ഞു അല്ലേ, അവർ ഇൻഫോർമേഷൻസ് കൊടുക്കും. ഈ ഏരിയയിൽ കൂടുതൽ ഫിഷേഴ്സൊക്കെ അവൈലബിൾ ആണെന്ന് പറഞ്ഞിട്ട് ഇൻഫോർമേഷൻസ് കൊടുക്കുമ്പോൾ അവർക്ക് ഫിഷർമാൻസിനൊക്കെ കുറച്ചും കൂടി ഈസിയാണ്. പിന്നെ സർവേ ഓപ്പറേഷന് വേണ്ടിയിട്ട്, ടെലി കമ്മ്യൂണിക്കേഷൻസിന് വേണ്ടിയിട്ട്, വെഹിക്കിൾ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ സോഷ്യൽ ആക്ടിവിറ്റീസിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ GPS യൂസ് ചെയ്യും. ഇത്രയും ഒരു 10 ആപ്ലിക്കേഷൻസ് നിങ്ങൾ പഠിച്ചിരിക്കണം. ഒരു 10 എണ്ണെങ്കിലും ഒക്കെ അറിഞ്ഞിരിക്കണം. ഓക്കെ, റോഡ് ട്രാൻസ്പോർട്ട്, ഏവിയേഷൻ, ഷിപ്പിംഗ്, റെയിൽ ട്രാൻസ്പോർട്ട്, യൂസ്ഡ് ഇൻ നാവിഗേഷൻ ബൈ mariners and fishermen, survey operations, telecommunication, vehicle tracking and social activities. ഓക്കെ, ഇത്രയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് ഓഫ് GPS എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സർവേ ആണ്. GPS വരുന്ന സർവേ. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഓക്കെ.